കേരളത്തിലെ മുഖ്യമന്ത്രിയും CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള പിണറായി വിജയൻ 1945 മെയ് 24-ലാണ് ജനിച്ചത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇക്കൊല്ലം മെയ് 24 ആകുമ്പോൾ 80 വയസ്സ് തികയുന്ന പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും നീക്കിയേ പറ്റൂ. കാരണം അതാണ് ബൈല. പോളിറ്റ് ബ്യൂറോ അംഗമായി തുടരാൻ പിണറായി വിജയന് അനുവദനീയമാകുന്ന സാഹചര്യമല്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പദവിയിൽ നിന്നും മാറ്റും. അങ്ങനെയാണ് കൃത്യമായും CPIMന്റെ ദേശീയ നേതൃത്വം കൃത്യമായി നടപടി സ്വീകരിക്കുന്നു. പിണറായി വിജയൻ VS അച്യുതാനന്ദനെ പ്രായാധിക്യം പറഞ്ഞാണ് പലപ്പോഴായി അദ്ദേഹത്തിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരിക്കൽ VSഉം പിണറായി വിജയനും വലിയ തോതിൽ ഏറ്റുമുട്ടൽ വാദപ്രതിവാദ ഗതികളിലേക്ക് പോയപ്പോൾ പിണറായി വിജയനെയും VSനെയും ഒരുമിച്ചാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കിയത്. എന്നാൽ പിണറായി വിജയനെ പിന്നീട് തിരിച്ചെടുക്കുകയും VSനെ എക്കാലത്തേക്കും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുകയും ചെയ്ത ഒരു നടപടിയായിരുന്നു കൈക്കൊണ്ടത്. എന്നാൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ K രാധാകൃഷ്ണൻ അടക്കമുള്ള നിരവധി നേതാക്കളെ കൃത്യമായി എടുക്കാത്തതിൻ്റെ പശ്ചാത്തലം അത് സവർണാധിപത്യത്തിൻ്റെ ഒരു കൃത്യമായ പാറ്റേൺ CPIM കാത്തു സൂക്ഷിക്കുന്നു എന്ന് BJP അടക്കമുള്ളവർ പറയുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ CPIMനെ കൊണ്ട് കഴിയുന്നില്ല. അതിന് കാരണമാകുന്നത് CPIMന്റെ ഉദ്ദേശശക്തി ശരിയല്ല എന്നതുകൊണ്ട് തന്നെയാണ്. പല രീതിയിലും ഹിഡൻ അജണ്ടയുമായി പോകുന്നു. തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് പറയുന്നെങ്കിലും അതിനകത്ത് തൊഴിലാളികളെ സ്നേഹിക്കുന്നവരോ ഒന്നുമല്ല. അവിടെ കുറച്ച് വെള്ളാനകളാണ് ഇരിക്കുന്നത് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അവർ തള്ളി പറയുന്നുണ്ടെങ്കിലും പല സന്ദർഭത്തിലും പല നേതാക്കളുടെയും മട്ടും ഭാവവും പെരുമാറ്റവും കണ്ടാൽ ഇവരാരും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് വന്നവരാണെന്ന് പറയുകയില്ല എന്ന രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വെറും 20 വയസ്സായപ്പോൾ സ്ഥാനം ലഭിച്ച ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരം എത്രത്തോളമായിരുന്നു എന്ന്. ഒരു മനുഷ്യ അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ അത് പിന്നെ ഏതൊക്കെ രീതിയിലായിരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആര്യ. അതുപോലെ തന്നെ കൃത്യമായും PP ദിവ്യ എന്ന കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരുടെ അട്ടഹാസവും അവരുടെ കൊലച്ചിരിയും, അവർ നവീൻ ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെതിരെ നടത്തിയ കൊലവിളി കേരള മനസാക്ഷി മറന്നിട്ടില്ല. ഞാൻ കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. എന്ത് കാണിച്ചു തരാം എന്നുള്ളതാണ് പിന്നീട് കേരളം കൃത്യമായി കണ്ടത്. മാധ്യമങ്ങളെ, അതായത് കണ്ണൂരിലെ ചില പ്രാദേശിക മാധ്യമങ്ങളെ വിളിച്ച് ഇത് ലൈവ് ടെലികാസ്റ്റായി വിട്ടു. പത്തനംതിട്ടയിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇദ്ദേഹത്തിനെ നാറ്റിച്ച് കളയും എന്ന രീതിയിലൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇവിടെ കൃത്യമായും CPIMലെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇതൊരു ഒറ്റപ്പെട്ട പ്രവർത്തനമല്ല. പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയൻ ഇനി തുടരേണ്ട കാര്യമില്ല. വീണ്ടും ധർമ്മടത്ത് മത്സരിക്കണം എന്ന ആഗ്രഹം പറയുന്ന പിണറായി വിജയനെ ഇനി അതിൻ്റെ പേരിൽ മത്സരിപ്പിക്കേണ്ട കാര്യമില്ല. താൽക്കാലികമായി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചു വാങ്ങാത്തത് ഈ ഒരു ടേം അവസാനിക്കട്ടെ. CPIM എന്നേക്കുമായി കേരള രാഷ്ട്രീയത്തിൽ നിന്നും അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത് എന്നാണ് പലപ്പോഴായി പറയപ്പെടുന്നത്.